ഹായ് ഫുഡീസ്, നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും ആക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് സാമ്പാറിൻ്റെ കഷ്ണങ്ങളിൽ നിന്ന് മനസ്സിലായത് എന്നാൽ പിന്നെ ഉള്ള ഒരു പപ്പായ വെച്ച് പപ്പായ സാമ്പാർ ഉണ്ടാക്കിയാലോ. സാമ്പാറിനായി കുറച്ച് തുവരം പരിപ്പ്, 10 കൊച്ചുള്ളി, ചെറിയ തക്കാളി, 2 പച്ചമുളക്, പപ്പായ അരിഞ്ഞത് എന്നിവയിലേക്ക് നികക്കെ വെള്ളമൊഴിക്കാം. അതിലേക്ക് അല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ കൊടുക്കാം. പിന്നീട് ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് 1.5 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 വറ്റൽമുളക്, അല്പം കറിവേപ്പില, 4 വെളുത്തുള്ളി അരിഞ്ഞത്, 1 തക്കാളി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ജീരകപ്പൊടി, ഉലുവാപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന പപ്പായ ഇട്ട് കൊടുത്ത് ഉടച്ച് ചേർത്ത് കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. പപ്പായ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഡലിയുടെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 നാഴി അരിയും 1 നാഴി ഉഴുന്നും അല്പം ഉലുവയും കൂടെ എടുത്ത് രാവിലെ കുതിർക്കാൻ വെച്ചതാണ്. വൈകിട്ട് അരച്ചു. അല്പം ചോറും കൂടെ ചേർത്ത് അരച്ചാണ് ഞാൻ ഇഡലി മാവ് റെഡിയാക്കിയത്. രാവിലെ നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. കുറേശ്ശെ ഇഡലി തട്ടിലേക്ക് അങ്ങ് കോരി ഒഴിച്ച് ഇഡലിയാക്കാം. ഇഡലി തട്ടിൽ എണ്ണ തേച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്താണ് മാവ് റെഡിയാക്കിയത്. നല്ല പൂ പോലുള്ള ഇഡലി റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പപ്പായ സാമ്പാർ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഇഡലിയും സാമ്പാറും ഇത്തിരി ചമ്മന്തിയും കൂടെ ചേർത്ത് അങ്ങ് കഴിച്ച അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്.